PSG അങ്ങനെ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് വിന്നറായി. PSG വേഴ്സസ് ആർസണൽ മാച്ചിൽ ഇപ്രാവശ്യത്തെ UCL ഫൈനൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അത് മാച്ച് കഴിഞ്ഞത്. PSG ഇപ്രാവശ്യത്തെ UCL കിരീടം വിൻ ചെയ്തു. അവരുടെ ചരിത്രത്തിലെ അവർക്ക് രണ്ടാമത്തെ UCL കിരീടം. അവരുടെ ആദ്യത്തെ UCL കിരീടം വിൻ ചെയ്തിട്ട് അവർക്ക് അത്ര കാത്തിരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അതിൻ്റെ അടുത്ത സീസണിൽ തന്നെ PSG അവരുടെ രണ്ടാമത്തെ UCL ജയിച്ചു. പിന്നെ ക്വിചക് കവാരറ്റ്സ്കെലിയാണ് ഇപ്രാവശ്യത്തെ UCLിലെ ബെസ്റ്റ് പ്ലെയർ. കൈ ഹാവേർട്സിൻ്റെ 6ാമത്തെ മിനിറ്റിൽ ആർസണൽ അവരുടെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അതിനുശേഷം ഉസ്മാൻ ഡെംബെലെ 64ാമത്തെ മിനിറ്റിൽ ആ പെനാൽറ്റി കിട്ടിയത് അത് ഫിനിഷ് ചെയ്ത് ആ 1-1 ഡ്രോ ആക്കി മാറ്റി. പിന്നെ ഗബ്രിയൽ ടൈക്ക് എടുക്കുന്നതിന് മുന്നേ 2 പ്ലേയേഴ്സ് ടൈക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗബ്രിയൽ എടുത്ത ടൈക്ക് ഒരു വല്ല ആകാശവാണി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ക്രോസ് ബാറിൻ്റെ മുകളിൽ കൂടെയാണ് പോയത്. പിന്നെ ലൂയിസ് എൻറിക്കെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ UCL കിരീടം വിൻ ചെയ്തു. ക്രിസ്റ്റൽ പാലസാണ് UECL അതായത് UEFA കോൺഫറൻസ് ലീഗ് വിൻ ചെയ്തത്. ഇപ്രാവശ്യത്തെ റയൽ വാലക്കാനയാണ് അവർ നേരിട്ടത്. അവരുടെ ചരിത്രത്തെ ആദ്യത്തെ ഒരു യൂറോപ്യൻ ട്രോഫിയാണ് അവർ വിൻ ചെയ്തത്. അവരുടെ ചരിത്രത്തിലെ 3ാമത്തെ ട്രോഫി. അപ്പോഴത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.